ഒരു വിശുദ്ധ ഖുർആനിൻ്റെ ഒരു പ്രതി ഉയർത്തി കാണിച്ചുകൊണ്ട് അദ്ദേഹം മറുപടി നൽകുമ്പോൾ അതിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്ന ഒരു മെസ്സേജ് എന്താണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്ന ലക്ഷ്യം എന്താണെന്നുള്ളതാണ്. മുൻ മന്ത്രി AK ബാലൻ ഈ വിഷയത്തിൽ നടത്തിയ പത്രസമ്മേളനവും വിശുദ്ധ ഖുർആന്റെ പരിഭാഷ ഉയർത്തിപ്പിടിച്ചതും അതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളും ഒക്കെ നിരീക്ഷിച്ചാൽ അതിൽ നിന്ന് അദ്ദേഹം എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് കേരളത്തിൽ ഏകദേശം എല്ലാവർക്കും ഒരു ധാരണ കിട്ടിയിട്ടുണ്ട്. അതിലിപ്പോൾ അത് അത്ര അവ്യക്തമായ കാര്യങ്ങളൊന്നുമല്ല. അതിലൊന്നും എന്താണെന്ന് വെച്ചാൽ ഈ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ രംഗത്ത് വരുന്നത് എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമാണ്. എന്ത്, ഇവിടെ ഒരു ഭൂരിപക്ഷ കൺസോളിഡേഷൻ ഉണ്ടാക്കുക എന്നത് തന്നെയാണ് അതിൻ്റെ ലക്ഷ്യം. അത് ഒറ്റപ്പെട്ട ഒരു പ്രസ്താവനയായിട്ട് കാണാൻ പറ്റില്ല. കുറച്ച് മുമ്പുള്ള പ്രസ്താവനകളും ചെയ്തികളും വിശകലനങ്ങളും ഒക്കെ നമ്മൾ ചേർത്ത് വെച്ച് നോക്കിയാൽ ഇത് കുറച്ച് കാലങ്ങളായിട്ട് ചെയ്തു വരുന്ന രൂപമാണ്. അതായത് ജമാഅത്തെ ഇസ്ലാമി എന്ത് ചെയ്യുക, ഒരു നാട്ടക്കുറ്റിയാക്കി വെക്കുക, എന്നിട്ട് അതിനെ അതിശക്തമായി ആക്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഭൂരിപക്ഷ സമൂഹം എന്ത് ചെയ്യും, ഇവർക്ക് അനുകൂലമായിട്ടുള്ളൊരു കൺസൾട്ടേഷൻ അവിടെ ഉണ്ടാകും എന്ന ഒരു അജണ്ടയാണ്, അത് സംശയമൊന്നുമില്ല. പിന്നെ ഇവിടെ വിശുദ്ധ ഖുർആനിനെ കൊണ്ടുവന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പോൾ അത് ജമാഅത്തെ ഇസ്ലാമിനെ പറ്റി പറഞ്ഞപ്പോൾ ജമാഅത്തെ ഇസ്ലാം എന്ത് ചെയ്തു, അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്ത് കേസ് കൊടുത്തപ്പോൾ വീണ്ടും അദ്ദേഹം രംഗത്ത് വന്നു. അപ്പോൾ ഞാനൊരു മാപ്പ് പറയില്ല, വേണമെങ്കിൽ ജയിലിൽ പോകാം. അപ്പോൾ ആ ഭാഗം പറയുമ്പോഴും ഇതന്നെയാണ് സംഭവിക്കുന്നത്. ഏത്, ഭൂരിപക്ഷ കൺസോളിഡേഷൻ ഒന്നുകൂടി ചാർജ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ വളരെ ഉഷാറായിട്ട് ഇവരോട് യുദ്ധം ചെയ്യും. അപ്പോൾ അത് പറയുമ്പോൾ ഇവിടുത്തെ പൊതുവേ മുസ്ലിം സമുദായത്തിന് പൊള്ളുമോ, അവർക്കൊരു പ്രയാസം വരുമോ, ന്യൂനപക്ഷത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാവുമോ എന്ന ഒരു ആശങ്ക സ്വാഭാവികമായിട്ടുള്ള ഒരു സൈഡ് തന്നെ വലിഞ്ഞു പോകുമ്പോൾ ഒരു പ്രശ്നമാണല്ലോ. അപ്പോൾ ഒന്ന് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് എന്ത്, ഖുർആൻ കൊണ്ടുവന്നിട്ട് അത് ഉയർത്തി കാണിച്ച് ഞാൻ ഖുർആൻ്റെ ആളാണ്, ഞാൻ ജയിലിൽ പോകണമെങ്കിൽ ഇത് വായിക്കാനാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അത് മുസ്ലിം സാമാന്യ ജനത്തിന് എന്ത് കൊടുക്കുക, ഞാൻ നിങ്ങളാരും വിമർശിക്കണില്ല, ഖുർആനെ വിമർശിക്കണില്ല, ഞാൻ ജമാഅത്തെ ഇസ്ലാമിനെ മാത്രമേ വിമർശിക്കണുള്ളൂ, അതുകൊണ്ട് നിങ്ങളാരും ഞങ്ങളോട് എന്ത് ചെയ്യേണ്ട, പണം കണ്ട. അപ്പോൾ ഒരേ സമയം ഭൂരിപക്ഷത്തെയും അതേസമയം തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങളെയും കയ്യിലെടുക്കാൻ വേണ്ടി കരുതിക്കൂട്ടി വന്ന് പറഞ്ഞ ഒരു സംഗതിയാണത്. യാതൊരു തർക്കമല്ല. ഇങ്ങനെ പറയേണ്ടി വരുന്നത് എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും ഇടതുപക്ഷത്തിന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വർഗീയ വിരുദ്ധ സന്ദേശം അല്ലെങ്കിൽ നിലപാട് അവർക്ക് പറയണമെങ്കിൽ ഒരു ബാലൻസിങ് തത്വശാസ്ത്രം വളരെ അത്യാവശ്യമാണ്. അതായത് ബാലൻസ് ചെയ്തുകൊണ്ട് മാത്രമേ അവർക്കത് പറയാൻ കഴിയുള്ളൂ. അല്ലാതെ ഒരു പ്ലെയിനായിട്ട് ആ വിഷയത്തെ ഒരു മുൻവിധിയില്ലാതെ സമീപിക്കുക എന്നുള്ള കാര്യത്തിൽ പലപ്പോഴും കഴിയുന്നില്ല. അതായത് അവരുടെ സിദ്ധാന്തം തന്നെ എന്താ വെച്ചാൽ, തീവ്ര വലതുപക്ഷ ഹിന്ദുത്വത്തിൻ്റെ ആളുകൾ, ഭൂരിപക്ഷ വർഗീയതയുടെ ആളുകൾ, പിന്നെ ഇവിടെ മുസ്ലിം വിഭാഗത്തിൽ കുറച്ച് ആളുകൾ ന്യൂനപക്ഷ വർഗീയത ഉണ്ടാക്കുന്ന ആളുകൾ, ഞങ്ങൾ അതിൻ്റെ ഇടയിൽ നിന്നിട്ട് രണ്ടിനെയും ഒഴിവാക്കി യഥാർത്ഥ മതവിശ്വാസികളെ കൂട്ടിപ്പിടിച്ച് പോകുന്ന മതനിരപേക്ഷ കക്ഷികൾ. ഇതാണ് അവരുടെ ഒരു ആഖ്യാനം. അപ്പോൾ ഭൂരിപക്ഷ വർഗീയതനെ വിമർശിക്കണമെങ്കിൽ ന്യൂനപക്ഷ തീവ്രവാദം ഇവിടെ ഉണ്ട് എന്ന് എന്ത് ചെയ്യേണ്ടതുണ്ട്, എന്തെങ്കിലും ഒരു അടയാളം അവർക്ക് കിട്ടൽ നിർബന്ധമാണ്. അതിൻ്റെ തുലാസിൽ വെച്ചിട്ടേ ഇത് വിമർശിക്കുള്ളൂ. അതേപോലെ തന്നെ അതിനെ വിമർശിക്കണമെങ്കിൽ ഇവിടെ RSSനെ വിമർശിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ കുറച്ച് കാലമായിട്ട് പ്രത്യേകിച്ച് ബാബരി മസ്ജിദിൻ്റെയൊക്കെ കോടതി വിധി വന്നല്ല വിഷയത്തിൽ, അതിനൊക്കെ ശേഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ തലത്തിലും കേരള സമൂഹത്തിലൊക്കെ മുസ്ലിം പക്ഷത്ത് നിന്ന് ഒരു തീവ്രമായ രീതിയിലുള്ള പ്രതികരണങ്ങളോ പ്രത്യാക്രമണങ്ങളോ വർഗീയ ധ്രുവീകരണത്തിന് ആക്കം കൂട്ടുന്ന സംഭവങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ പിന്നെ പണ്ടത്തെ കൈവെട്ട് കേസും കാര്യങ്ങളൊക്കെയാണ് പിന്നെ എടുത്തുകൊണ്ട് വരാറുള്ളത് സാധാരണ. ഇപ്പോൾ അതൊന്നും കിട്ടാതെ വരുമ്പോൾ അവസാനം ആ ഭാഗത്തേക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്, ഇവിടെ ജമാഅത്തെ ഇസ്ലാമിനെ എടുത്ത് വെച്ചിട്ട് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വിഷയം. അപ്പോൾ അത് ആ ബാലൻസിങ് ശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ഈ ഒരു രീതി കൊണ്ടുവരുന്നത്. ഇവിടെ മുസ്ലിങ്ങൾ ഇരകളും സംഘപരിവാർ ടീം വേട്ടക്കാരും, ഇവർ അതിൽ നിന്ന് മുസ്ലിങ്ങളെ രക്ഷിക്കുന്ന സംരക്ഷകരും. അപ്പോൾ ഇവരിൽ നിന്ന്, ഈ സംഘപരിവാറിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്ന രീതിയിലാണ് മുസ്ലിങ്ങൾ എന്ത് ചെയ്യുന്നത്. അവിടെ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇവിടെ 3 കക്ഷിയില്ല, 2 കക്ഷിയുള്ളൂ. ഒന്ന് സംഘപരിവാർ, അതോടൊപ്പം തന്നെ അവരുടെ വേട്ട ലിസ്റ്റിൽ മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, കമ്മ്യൂണിസ്റ്റുകളുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഇരകളാണ്. അപ്പോൾ ഇരകളെല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു മതനിരപേക്ഷ പ്ലാറ്റ്ഫോമിൽ ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ഒരേപോലെ നിന്നുകൊണ്ട് ഇവർക്ക് ഈ ഒരു ആശയത്തിനെതിരെ പ്രതികരിക്കുക എന്നുള്ളതാണ് ശരിയായി ചെയ്യേണ്ട കാര്യം. അതാണ്. അതിന് പകരം എപ്പോഴും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്കാണ് കുഴപ്പം എന്ന ആ രീതി തന്നെ എന്തല്ല, ഒരു ശരിയായ സമീപനമല്ല. പിന്നെ ഇതിലൂടെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, 2 വിഭാഗത്തിൻ്റെ പിന്തുണ ഇവർക്ക് കിട്ടാതെ പോകുന്നുള്ളതാണ്. അത് അവരുടെ പാർട്ടിയിൽ ഉത്തരവാദപ്പെട്ട ചിന്തിക്കുന്ന ആളുകൾ ആലോചിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത്. അതായത് ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണയും കിട്ടില്ല, ന്യൂനപക്ഷത്തിൻ്റെ പിന്തുണയും കിട്ടില്ല. കാരണം ഇത് രണ്ടും ഈ ഒരു പത്രസമ്മേളനവും ഈ പ്രയോഗങ്ങളും കണ്ടാൽ തന്നെ എന്താവും, ഇത് ഒരു ആത്മാർത്ഥമല്ലാത്ത സംഗതിയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് എല്ലാവർക്കും വേഗം മനസ്സിലാവും. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട വിഷയം എന്താ വെച്ചാൽ, ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയും മറ്റു മുസ്ലിം സംഘടനകളും ആശയപരമായിട്ട് ഒട്ടനവധി വ്യത്യാസങ്ങളുണ്ട്. അത് ഒരുപാട് കാലങ്ങളായിട്ട് എഴുതും പ്രസംഗിക്കും ഒക്കെ ചെയ്യുന്ന വിഷയങ്ങളാണ്. ഇപ്പോൾ ഈ ഹാക്കിമിയത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അവരുടെ മതനിരപേക്ഷ നിലപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഒക്കെ അതിൻ്റെ സൈദ്ധാന്തികമായിട്ട് അവരെഴുതും പറയുകയൊക്കെ ചെയ്ത കാര്യങ്ങളിൽ ഖുർആനിലും അതുപോലെ തന്നെ പ്രമാണങ്ങളിലും അതിനോടെതിരുള്ള ഇബാദത്തുമായി ബന്ധപ്പെട്ട്, റബ്ബുമായി ബന്ധപ്പെട്ട്, ദീനുമായി ബന്ധപ്പെട്ട് വളരെ ബേസിക് ആയിട്ടുള്ള വിഷയങ്ങളിൽ അവരുമായിട്ട് എന്തുണ്ട്, വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങൾ ഇവിടെ എത്രയോ പ്രാവശ്യം പ്രസംഗിക്കുകയോ എഴുതുകയൊക്കെ ചെയ്ത സംഗതികളാണ്. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇനി മുസ്ലിം സംഘടനകൾക്ക് ജമാഅത്തെ ഇസ്ലാമിയിലുള്ള തകരാറ് എടുത്തു പറയാൻ പറ്റാത്ത വിധം ഇവർ എന്ത് ചെയ്യാണ്, ജമാഅത്തെ ഇസ്ലാമിയെ കടന്നാക്രമിക്കുകയാണ്. അപ്പോൾ ഈ ഓവറായിട്ട് കടന്നാക്രമിക്കുമ്പോൾ ഈ ഒരു രീതി എന്തായാലും ശരിയല്ലല്ലോ എന്നാരും വിചാരിക്കുകയാണ്.
മൊത്തം മുസ്ലിം സാമാന്യ ജനങ്ങൾ വിചാരിക്കുകയാണ്. കാരണം ഇത്ര അഗ്രസീവായിട്ടുള്ള രീതിയിലുള്ളൊരു ആക്രമണം എല്ലാ സമരത്തിൻ്റെ പിന്നിൽ ഇവരാണ്. അതുപോലെ തന്നെ മാറാട് കലാപം അവിടെ ആവർത്തിക്കും. അവിടുത്തെ ആഭ്യന്തര വകുപ്പ് കൊണ്ട് ഇങ്ങനെ ഒരു എക്സാജറേറ്റ് ചെയ്ത് ഓവറായിട്ടൊരു കാര്യം പറയുമ്പോൾ അത് ശരിയല്ല എന്ന് ഇവിടുത്തെ എല്ലാവർക്കും അറിയാം. അങ്ങനെ ആരും അവരിൽ ആ നിലക്ക് ആക്ഷേപിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്നത് ശരിയല്ല എന്ന് വരും. അപ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക വെച്ചാൽ അവരിൽ ഉള്ള കാര്യങ്ങളിൽ പോലും ആദർശപരമായ വ്യത്യാസങ്ങൾ പോലും മുസ്ലിം സംഘടനകൾ പഴയതുപോലെ തിരിച്ചു പറയാൻ പറ്റാത്ത വിധമുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിൽ ഈ ഇപ്പോൾ CPM എടുക്കുന്ന നിലപാട് എന്ത് ചെയ്യാണ് കാരണമാണ്. ഒരർത്ഥത്തിൽ അത് ജമാഅത്തെ ഇസ്ലാമിക്ക് അനുകൂലമാണെന്നാണ് ഞാൻ പറയുന്നത്. അതായത് ജമാഅത്തെ ഇസ്ലാമിക്ക് എതിരായ നിലപാടല്ല സ്വീകരിക്കുന്നത്, അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. കാരണം എന്താ, ആഭ്യന്തരമായി മുസ്ലിം സംഘടനകളിൽ നിന്ന് ഉള്ള അവർക്കെതിരെയുള്ള വിമർശനങ്ങളൊക്കെ കുറച്ച് കാലങ്ങളായിട്ട് നിലച്ചു പോയിട്ടുണ്ട്. ആ നിലച്ചു പോകാനുള്ള കാരണം വെച്ചാൽ ഇവർ ശക്തമായി അഗ്രസീവായിട്ട് വിമർശിക്കുന്നു, ഇല്ലാത്ത കാര്യങ്ങൾ കടത്തിക്കൂട്ടി പറയുന്നു. അപ്പോൾ അത് നെല്ലും അതിന് വേർതിരിച്ച് പറയാന്നുള്ളതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ വിമർശനങ്ങൾ ഇല്ലാതെ പോകുന്നുണ്ട്. മൊത്തം മുസ്ലിം കമ്മ്യൂണിറ്റിൻ്റെ ആ ഒരു സഹാനുഭൂതിയോ സഹതാപെന്നോ അങ്ങനെ എന്നുള്ള ഒരു ഇരയോടൊപ്പം നിൽക്കുക എന്നുള്ള ആ ഒരു സംഗതി സ്വാഭാവികമായിട്ട് ഇവിടെ തരംഗണ്ടായി വരുന്നുണ്ട്. അത് നമ്മൾ കാണാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്കതിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കടന്നാക്രമിക്കുന്ന സ്വഭാവം ഒഴിവാക്കുക. പിന്നെ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം മറ്റു മുസ്ലിം സംഘടനകൾക്കുള്ള ആശയപരമായിട്ടുള്ള ആ കാര്യങ്ങൾ പറയാനുള്ള സ്പേസ് ഉണ്ടാകണം. ജമാഅത്തെ ഇസ്ലാമിനെ പറ്റി അങ്ങോട്ട് പറയാനുള്ളതല്ല, അവർക്ക് നമ്മളെ പറ്റി ഇങ്ങോട്ട് പറയണമെങ്കിൽ അതും പറഞ്ഞോട്ടെ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ളത് ഒക്കെ അവസാനിപ്പിച്ച് പിന്നെ നമ്മളിപ്പോൾ രാഷ്ട്രീയപരമായിട്ട് പ്രശ്നത്തിലാണ്, കുഴപ്പത്തിലാണ്, അതുകൊണ്ട് ഇനി ഒന്നും പറയേണ്ടതില്ല, നമ്മൾ തമ്മിൽ ഇപ്പോൾ ഒന്നും ഇടാൻ പാടില്ല എന്ന രീതി ഒരു കാരണവശാലും ശരിയല്ല. അത് നമ്മൾ ബ്രേക്ക് ചെയ്തേ പറ്റുള്ളൂ. അത് ബ്രേക്ക് ചെയ്തുകൊണ്ട് അതോടൊപ്പം പൊതുകാര്യങ്ങളിൽ ഒന്നിച്ച് നിൽക്കുവാനുള്ള സാഹചര്യം എന്ത് ചെയ്യണം, ഉണ്ടാവണം. അത് ബ്രേക്ക് ചെയ്യണം ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ എഴുതിയതും പ്രസംഗിച്ചതും ഒക്കെ അവിടെ നിലനിർത്തിക്കൊണ്ടാണ് അവർ ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നത്, മറ്റൊരു നയം എടുക്കുന്നത്. അത് ആ നയം പൂർണ്ണമായിട്ട് സത്യസന്ധമായിട്ട് ജനങ്ങൾക്കിടയിൽ വരണമെങ്കിൽ അവരെഴുതിയതും പ്രസംഗിച്ചതും അത് ആ നിലക്ക് തന്നെ എന്ത് ചെയ്യണം, സത്യസന്ധമായിട്ട് തിരുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. അത് അവർക്കും കൃത്യമായിട്ട് അറിയാം. പക്ഷെ അത് അപ്പോൾ ആ ഒരു വിഷയത്തെ അവർ പരിഹരിക്കാത്തിടത്തോളം കാലം അവർക്ക് ഇത്തരം ആക്ഷേപങ്ങൾക്ക് ആ ഒരു വഴിമരുന്ന് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാകുന്നുണ്ട്. അത് അവരുടെ നേതൃത്വം കൃത്യമായിട്ട് ആലോചിക്കേണ്ടതാണ്. അതെന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ പറയാനുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം, പറഞ്ഞു പോകണം. അതോടൊപ്പം ഇത്തരം പിന്നെ ജമാഅത്തെ ഇസ്ലാമിയെ ഒരു നാട്ടക്കുറ്റിയാക്കി വെച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തെയും മുസ്ലിം പിന്നെ ഐഡന്റിറ്റിയെയും അതുപോലെ തന്നെ മുസ്ലിം പിന്നെ സാങ്കേതിക ശബ്ദങ്ങളെയും ഖിലാഫത്തിനെ വരെ ചോദ്യം ചെയ്ത സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ആക്രമിക്കുകയും ചെയ്യുക, അങ്ങനെ ഇസ്ലാമോഫോബിക്കിലുള്ള ഒരു അടയാളമായി ഇവരെടുത്ത് വെക്കുക എന്നുള്ള കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ എന്ത് ചെയ്യേണ്ടത്, അത് ആര് ചെയ്താലും, CPM ചെയ്താലും ശരി, BJP ചെയ്താലും ശരി, ആര് ചെയ്താലും ആ വിഷയത്തിൽ മുസ്ലിം സംഘടനകൾക്ക് ഒന്നിച്ച് നിൽക്കണം. എന്നാൽ സംഘടനകൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാനുള്ള സ്പേസ് അവിടെ നിലനിൽക്കും വേണം. അതെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ഇതിലേക്ക് പോകുക, അത് അവസാനിപ്പിച്ചുകൊണ്ട് ഇങ്ങോട്ടും വരിക എന്നുള്ള രീതിയല്ല. അത് വളരെ മാന്യമായി കൈകാര്യം ചെയ്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യേണ്ടത്, ഈ വിഷയത്തിൽ മുന്നോട്ട് പോകേണ്ടത്.